കേരള ഇലക്ഷനെ പോലെ തന്നെ വലിയ രൂപത്തിൽ തന്നെ പ്രേക്ഷകരും നോക്കിയുന്ന ഒരു ഇലക്ഷനാണ് തമിഴ്നാട്ടിലെ ഇലക്ഷനും. ദളപതി വിജയ് നയിക്കുന്ന TVK സഖ്യം അവിടെ പാർട്ടി രൂപീകരിച്ച് ഉടനെ തന്നെ ഇപ്പോൾ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തു. എന്നാൽ ഇതിൽ വലിയ അടി കിട്ടിയത് DMKക്ക് തന്നെയാണ്. DMK പാർട്ടി തകരുകയും DMK അധികാരത്തിൽ നിന്നും ഇറങ്ങുകയും ചെയ്യുമ്പോഴും വലിയ രൂപത്തിലുള്ള വിമർശനവും DMK തേടിയെത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. DMKക്ക് തിരിച്ചടി കിട്ടിയത് വലിയൊരു ഭാഗത്ത് നിന്ന് തന്നെയായിരുന്നു. കോൺഗ്രസ് പോലുള്ള സഖ്യങ്ങളെല്ലാം തന്നെ DMK വിട്ട് TVKയിലേക്ക് പോയി തന്നെ അവർക്ക് വലിയ രൂപത്തിൽ ഒരു തിരിച്ചടിയായി മാറുക തന്നെയായിരുന്നു ചെയ്തത്. ഇതിൽ പ്രതികരിച്ച് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനും രംഗത്ത് വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ സർക്കാരിനെ കോൺഗ്രസ് പിന്തുണച്ചതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചാണ് DMK നേതാവും പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ രംഗത്ത് വന്നത്. കോൺഗ്രസിനെ ഇനി ഒരിക്കലും വിശ്വസിക്കരുത് എന്നും ചെന്നൈയിൽ നടന്ന പാർട്ടി യോഗത്തിൽ അദ്ദേഹം പറയുകയായിരുന്നു. DMK പ്രവർത്തകരുടെയും മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായിരുന്ന കഠിനാധ്വാനം കൊണ്ടാണ് കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത് എന്നും എന്നാൽ അടിസ്ഥാനപരമായ നന്ദിയോ മര്യാദയോ കാണിക്കാൻ അവർ തയ്യാറായില്ല എന്നും ഉദയനിധി സ്റ്റാലിൻ പറയുകയായിരുന്നു. DMK കാരണമാണ് കോൺഗ്രസ് ജയിച്ചത് എന്നും അതിന് വലിയൊരു ഭാഗം തന്നെയായിരുന്നു സ്റ്റാലിൻ എന്നും സ്റ്റാലിൻ കോൺഗ്രസ് ജയിക്കില്ലായിരുന്നു എന്ന പ്രസ്താവനയോടുകൂടി തന്നെയാണ് ഉദയനിധി സ്റ്റാലിൻ ഈ കാര്യം പറഞ്ഞത്. എന്നാൽ ഒരു നന്ദിയോ ഒരു കാര്യമോ പറയാതെ തന്നെ അവർ കൂറുമാറി വിജയുടെ കൂടെ പോയി ചേരുകയായിരുന്നു എന്നാണ് ഉദയനിധി സ്റ്റാലിൻ കൊടുക്കുന്ന വ്യാഖ്യാനം. ഇതിന് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. കോൺഗ്രസ് ചെയ്ത കാര്യങ്ങൾ സത്യമാണോ, കോൺഗ്രസ് ചെയ്തത് ശരിയായ കാര്യമാണോ എന്നും വിജയ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എന്താണ് അഭിപ്രായമെന്നും കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് ഫ്രണ്ട്സ്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.